ഹായ് ഫ്രണ്ട്സ്, മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിഗിനേഴ്സ് എപ്പോഴും നേരിടുന്ന പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്. അതിലൊന്ന്, ഏത് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? വിച്ച് ഈസ് ദ ബെസ്റ്റ് ഫണ്ട്? അതാണ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം. രണ്ടാമത്തത്, എത്ര ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. മറ്റൊന്ന്, ഏത് ആപ്പാണ് അല്ലെങ്കിൽ ഏത് ആപ്പിൻ്റെ പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്? ഇങ്ങനെയുള്ള ബേസിക്കായുള്ള ചോദ്യങ്ങൾ എപ്പോഴും കേൾക്കാറുണ്ട്. അപ്പോൾ ഈ 3 ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യത്തെ ചോദ്യമായ ഏത് ഫണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കുറച്ച് സങ്കീർണമാണ്. പൊതുവെ നിക്ഷേപകരെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ഒന്ന് അഗ്രസീവ് ഇൻവെസ്റ്റേഴ്സ്, മറ്റൊന്ന് മോഡറേറ്റ് ഇൻവെസ്റ്റേഴ്സ്, മറ്റൊന്ന് കൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഈ 3 പേരുടെയും റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു കൺസർവേറ്റീവ് ഇൻവെസ്റ്റർ ആണെങ്കിൽ അവർ ലോ റിസ്ക് ടൈപ്പ് കാറ്റഗറിയിലുള്ള ആളുകളായിരിക്കും. ഒരു മോഡറേറ്റ് ഇൻവെസ്റ്റർ ആണെങ്കിൽ അവരൊരു മീഡിയം റിസ്ക് എടുക്കുന്ന ആളുകളായിരിക്കും. എന്നാൽ ഒരു അഗ്രസീവ് ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് വളരെ ഹൈ റിസ്ക് എടുക്കാൻ കേൾപ്പുള്ളവരായിരിക്കും. അപ്പോൾ ഉദാഹരണത്തിന് ഒരു 60 വയസ്സുള്ള ഒരാൾ, റിട്ടയർഡായ ഒരാളെ സംബന്ധിച്ചിടത്തോളം, അവർ പ്യുവറായിട്ടുള്ള ഈക്വിറ്റി ഫണ്ടിൽ നിക്ഷേപിക്കുന്നത് ഒരിക്കലും ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസർ അവരെ ഉപദേശിക്കുകയില്ല. അതുപോലെ അവരൊരു സ്മോൾ ക്യാപ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും അവർ വിലക്കാനുള്ള സാധ്യതയുണ്ട്. ലോ റിസ്ക് കാറ്റഗറിയിൽപ്പെട്ട കൺസർവേറ്റീവ് സ്റ്റൈലിലുള്ള ആളുകളായിരിക്കും ഈ റിട്ടയർ ആയിട്ടുള്ള ആളുകൾ എന്നാണ് ഒരു മുൻധാരണ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് എല്ലാവരും അഡ്വൈസ് ചെയ്യുക, നിങ്ങൾ ഫിക്സഡ് ഇൻകം കിട്ടുന്ന ഡെപ്റ്റ് ഫണ്ടുകളിലും അതേപോലെ ഈക്വിറ്റികളിലും മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെയാണ് പറയാനുള്ളത്. എന്നാൽ ഈ 60 വയസ്സ് കഴിഞ്ഞ ആളുടെ മാത്രം പ്രശ്നമല്ല. ഇപ്പോൾ 30 വയസ്സ് കഴിഞ്ഞ ഒരാളും ഇതേപോലെ കൺസർവേറ്റീവ് സ്റ്റൈൽ ചിന്തിക്കുന്നവരുണ്ടാവും, ലോ റിസ്ക് കപ്പാസിറ്റി ഉള്ളവരുണ്ടാവും. അപ്പോൾ ഈക്വിറ്റി സ്റ്റോക്കൊക്കെ ഹൈ റിസ്കി ആയിട്ട് തോന്നുന്നവരായിരിക്കും അവർ. അപ്പോൾ അവരുടെ റിസ്ക് അപ്പിറ്റേറ്റ് പ്രായഭേദമന്യേ അത് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം കൺസർവേറ്റീവ് സ്റ്റൈൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും അവർ എപ്പോഴും ഓപ്റ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളാണെന്ന് നമ്മൾ സ്വയം വിലയിരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ വാരൻ ബുഫറ്റും അല്ലെങ്കിൽ രാകേഷ് ചുഞ്ചുംവാലയൊക്കെ അവർ സ്മോൾ ക്യാപ് സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ അവരുടെ ഫൈനാൻഷ്യൽ ഫ്രീഡം അത്രമാത്രം നേടിക്കഴിഞ്ഞവരാണ്. അപ്പോൾ അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ആ കപ്പാസിറ്റി ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ തന്നെ സ്വയം വിലയിരുത്തിക്കൊണ്ട് നമ്മൾ ഏത് റിസ്ക് അപ്പിറ്റൈറ്റിൽ പെടുന്ന ആളാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ സ്കീമായിട്ടുള്ള NPS അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളവിടെ പ്രത്യേകമായിട്ട് നിർദ്ദേശം നൽകിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഫണ്ട് അവർ ഓട്ടോമാറ്റിക്കലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് ഇങ്ങനെയാണ്. അതായത് 35 വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ 75% അവർ ഈക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട്. അതേസമയം 45 വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ ആ ഈക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പോഷർ കുറച്ച് കൊണ്ടുവന്ന് അത് 35 ചുരുക്കുന്നത് കാണാം. അതുപോലെ 55 വയസ്സ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ അവരുടെ ഈക്വിറ്റി എക്സ്പോഷർ ഓട്ടോമാറ്റിക്കലി കുറച്ച് കൊണ്ടുവന്ന് 15% ഒതുക്കുന്നത് കാണാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് വേറെ ഒരു മാനദണ്ഡവും സ്വീകരിക്കുന്നെങ്കിൽ ഏജ് ഒരു മാനദണ്ഡമായി സ്വീകരിച്ചുകൊണ്ടാണ് പലരും നമ്മുടെ റിസ്ക് അപ്പിറ്റൈറ്റ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത നമ്മൾ ചോദ്യം ഏത് ഫണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഏത് ഫണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ തീരുമാനിക്കാൻ കഴിയുന്നത് അതിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് നോക്കിയിട്ടാണ്. എന്നാൽ ഒരിക്കലും പാസ്റ്റ് പെർഫോമൻസ് ഫ്യൂച്ചർ പെർഫോമൻസിനുള്ള ഒരു ഗ്യാരണ്ടി അല്ല. എങ്കിലും നമ്മുടെ മുമ്പിലുള്ള ആകെയുള്ള ഡാറ്റ പാസ്റ്റ് പെർഫോമൻസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു റിസ്ക് എടുക്കുമ്പോൾ അതൊരു കാൽക്കുലേറ്റഡ് റിസ്ക് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ പാസ്റ്റ് പെർഫോമൻസ് പരിശോധിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് കഴിഞ്ഞ 3 വർഷത്തെ പെർഫോമൻസ് എങ്കിലും നമ്മൾ നോക്കേണ്ടതുണ്ട്. 10 വർഷത്തെ ആ ഫണ്ടിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം ആ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചെറിയ കാലയളവിലേക്കല്ല, ഏറ്റവും കുറഞ്ഞത് 3 വർഷവും ഏറ്റവും മാക്സിമം അൺലിമിറ്റഡുമാണ്. നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസൺ എത്ര ദീർഘകാലമാകുന്നോ അത്രക്കും നല്ലതാണ്, പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ടുകളിൽ. മ്യൂച്വൽ ഫണ്ടുകളെ പൊതുവെ 2ആയിട്ട് തരംതിരിക്കാറുണ്ട്: പാസീവ് മ്യൂച്വൽ ഫണ്ടുകളും ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടുകളും. അപ്പോൾ ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടുകളെയാണ് നമ്മൾ പൊതുവെ പാസീവ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ NSEയിലോ BSEയോ തീരുമാനിച്ച അല്ലെങ്കിൽ അവർ രൂപീകരിച്ച ഒരു ഇൻഡെക്സുകളുണ്ടാവും. ആ നിശ്ചിത കാലയളവുള്ളിൽ അവർ ആ ഇൻഡെക്സുകൾ പരിശോധിച്ച് അതിനുവേണ്ട മാറ്റങ്ങൾ വരുത്തി അങ്ങനെ നിർമ്മിക്കുന്ന ആ സൂചികകളാണത്.
ഇപ്പോൾ എക്സാമ്പിൾ നിഫ്റ്റി 50 എന്ന് പറയുന്ന ഒരു ഇൻഡെക്സാണ്, നിഫ്റ്റി നെക്സ്റ്റ് 50 മറ്റൊരു ഇൻഡെക്സാണ്, അതുപോലെ നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 ഒരു ഇൻഡെക്സാണ്, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250 ഒരു ഇൻഡെക്സാണ്. ഇങ്ങനെ ധാരാളം ഇൻഡെക്സുകൾ നമുക്ക് NSEയിലും BSEയിലും കാണാൻ കഴിയും. ഇത് കൂടാതെ സെക്ടർ വൈസ് ഇൻഡെക്സുകളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 100 കണക്കിന് ഇൻഡെക്സുകളുണ്ട്. ഈ ഇൻഡെക്സുകളെ അതേപോലെ കോപ്പി ചെയ്ത് അതിനെ ട്രാക്ക് ചെയ്ത് അതിലുള്ള ഫണ്ടുകളിൽ എത്ര വെയിറ്റേജ് ആണോ ഇൻഡെക്സ് തീരുമാനിച്ച് അതേ വെയിറ്റേജ് നൽകിക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പാസീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇൻഡെക്സ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഏറ്റവും അധികം മ്യൂച്വൽ ഫണ്ട് മാനേജർമാർ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് സ്റ്റോക്ക് സെലക്ഷനാണ്. അപ്പോൾ ഇവിടെ അത്തരം ഒരു പണി അവർക്ക് ഒഴിവാക്കുകയാണ്. കാരണം അത് NSE തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെ ജസ്റ്റ് അത് കോപ്പി ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രമേ ഒരു പണിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർ പ്രത്യേകിച്ച് ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് ഒന്നും നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ എക്സ്പേർട്ടായിട്ടുള്ള ഫണ്ട് മാനേജറെ ഒരു ഇൻഡെക്സ് ഫണ്ടിന് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവിടെ എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവായിരിക്കും. എന്നാൽ ആക്റ്റീവായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സംബന്ധിച്ചത് അവിടെ എക്സ്പേർട്ട് ഫണ്ട് മാനേജർ വേണം. അപ്പോൾ ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടിനേക്കാൾ മികച്ച റിട്ടേൺ കഴിഞ്ഞ 10 വർഷങ്ങളിൽ നൽകിയ ആക്റ്റീവ് ഫണ്ടുകളുണ്ട്. എന്നാൽ ഇൻഡെക്സിനെ ബീറ്റ് ചെയ്യാൻ കഴിയാതിരുന്ന ആക്റ്റീവ് ഫണ്ടുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നോക്കുക അതിൻ്റെ ബെഞ്ച് മാർക്കുമായിട്ട് അതിനെ തട്ടിച്ച് നോക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ 3 വർഷം ആ ബെഞ്ച് മാർക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു ലാർജ് ക്യാപ്പ് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ലാർജ് ക്യാപ്പ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ടോപ്പ് 100 നിഫ്റ്റി ഫണ്ടുകളാണ്. അപ്പോൾ ടോപ്പ് 100 ആയിട്ടുള്ള സ്റ്റോക്കുകൾ കഴിഞ്ഞ 3 വർഷം എത്ര റിട്ടേൺ നൽകിയിട്ടുണ്ട്, അതേ റിട്ടേൺ ഈ ആക്റ്റീവായിട്ടുള്ള ലാർജ് ക്യാപ്പ് ഫണ്ട് നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇനി 3 വർഷം കൂടുതൽ ടൈം ഹൊറൈസണിലേക്ക് നോക്കാം, 5 വർഷത്തെ റിട്ടേൺ അത് എങ്ങനെയുണ്ട്, 10 വർഷത്തെ റിട്ടേൺ എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് പരിശോധിച്ചുകൊണ്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ തന്നെ ബ്രോക്കർ പ്ലാറ്റ്ഫോമിൽ കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ ഈ ഗ്രോ എന്നുള്ള മ്യൂച്വൽ ഫണ്ടിൻ്റെ ആപ്പിൽ അല്ലെങ്കിൽ ഗ്രോ എന്നുള്ള ഡിസ്കൗണ്ട് ബ്രോക്കറിൻ്റെ ആപ്പിൽ നമുക്ക് ഈ പരിശോധിക്കുന്ന ഒരു ലൈവ് എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഗ്രോ ആപ്പിൻ്റെ ഈ പ്ലാറ്റ്ഫോം തുറന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ അവരുടെ ഒരു ഇൻ്റർഫേസിൽ നമുക്ക് അവരുടെ മുകളിൽ മ്യൂച്വൽ ഫണ്ട് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഏത് മ്യൂച്വൽ ഫണ്ടാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെർച്ച് ബാറിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് നമുക്കവിടെ തുറന്നു വരും. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ പറ്റും, അതിൽ 1 മന്ത്, അതുപോലെ 6 മന്ത്സ്, 1 ഇയർ, 3 ഇയർ, 5 ഇയേഴ്സിൻ്റെ ഒക്കെ ഇതിൻ്റെ റിട്ടേൺസ് നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ 6 മന്ത് കൊടുത്താൽ 6 മന്തിൽ എത്ര % റിട്ടേൺ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ 1 ഇയർ കൊടുത്താൽ എത്ര നൽകിയിട്ടുണ്ട്, 3 ഇയർ, ഇതെല്ലാം CAGR റിട്ടേൺ, ആനുവലൈസ്ഡ് റിട്ടേൺ ആണ്. അതായത് ഓരോ വർഷവും എത്രമാത്രം റിട്ടേൺ നൽകുന്നുണ്ട് എന്നുള്ളത് അത് നമുക്കവിടെ കാണാൻ കഴിയും. ഇത് കൂടാതെ ആ കമ്പനി ഏതെല്ലാം സ്റ്റോക്കുകളാണ് ഹോൾഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയും. അപ്പോൾ അതേപോലെ ഈ കമ്പനിയുടെ റിട്ടേൺസിൻ്റെ ആ ഒരു ബെഞ്ച് മാർക്കിനോട് എത്രമാത്രം, അല്ലെങ്കിൽ ആ കാറ്റഗറി ആവറേജിനോട് എത്രമാത്രം അടുത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുന്നു എന്നൊക്കെ നമുക്ക് പരിശോധിക്കാൻ പറ്റും. കൂടാതെ അതേ കാറ്റഗറിയിൽപ്പെട്ട മറ്റ് ഫണ്ടുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ എക്സ്പെൻസ് റേഷ്യോ എത്രയുണ്ട്, അതുപോലെ എക്സിറ്റ് ലോഡ് എത്രയാണ്, സ്റ്റാമ്പ് ഡ്യൂട്ടി പോലെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് തന്നെ സ്വയം പരിശോധിക്കാവുന്നതാണ് ഏത് ഫണ്ടാണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്, അത് മറ്റ് ഫണ്ടുകളായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ നമ്മൾ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം എത്ര മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളുടെ എണ്ണം നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രമാത്രം ഗോൾ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫ് ഗോൾ എന്തൊക്കെയാണ്, ആ ഗോളിനോട് ആനുപാതികമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ എണ്ണം നമുക്ക് വർദ്ധിപ്പിച്ചു കൊണ്ടുപോകാം. അപ്പോൾ നമുക്കറിയാം, നമുക്ക് പല ഫൈനാൻഷ്യൽ ഗോൾസും നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞ് ഒരു കാർ വാങ്ങണം, അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞ് ഒരു വീട് വെട്ടണം, അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞ് മക്കളുടെ കല്യാണം, അല്ലെങ്കിൽ ഒരു 20 വർഷം കഴിഞ്ഞിട്ട് റിട്ടയർമെൻറ്റ് പ്ലാൻ, ഇങ്ങനെ പല വിധത്തിലുള്ള ഗോൾ ബേസ്ഡാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളൊരു ആ ഒരു ഗോളിനനുസരിച്ച് കൊണ്ട് നമുക്ക് നമ്മളെ ഫണ്ടുകളുടെ ടൈം ഹൊറൈസൺ തീരുമാനിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് കുട്ടിയുടെ മാരേജാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊരു ലോങ് ടേം പ്ലാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് അതിൽ നമ്മൾ ആലോചിക്കേണ്ടത്. ഇനി നമ്മളൊരു വീട് നിർമ്മിക്കുന്ന ഒരു ആവശ്യമാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു മീഡിയം ടേം ആയിരിക്കും, ഒരു 5 വർഷം കൊണ്ടോ 8 വർഷം കൊണ്ടോ ചെയ്യേണ്ട കാര്യമായിരിക്കും. അപ്പോൾ അതാണെങ്കിൽ അത് നമ്മൾ മീഡിയം ടേമിൽ ഉൾപ്പെടുത്തുക. അതല്ലെങ്കിൽ നിങ്ങൾ ഒരു റിട്ടയർമെൻറ്റ് പ്ലാനാണെങ്കിൽ അത് വളരെ ലോങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി നിങ്ങളൊരു കാർ വാങ്ങുന്ന കാര്യമാണെങ്കിൽ അതൊരു ഷോർട്ട് ടേം പ്ലാനാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ഈ ഫൈനാൻഷ്യൽ ഗോൾസിനെ നമുക്ക് ഇതേ രീതിയിൽ തരംതിരിച്ചുകൊണ്ട് അതിൻ്റെ ടൈം ഹൊറൈസൺ തീരുമാനിക്കാം. അപ്പോൾ എത്ര ഗോളുണ്ടോ അത്രയും ഫണ്ടുകൾ ഇൻവെസ്റ്റ്മെൻറ്റിന് അല്ലെങ്കിൽ ലംസമായിട്ടോ സിപ്പായിട്ടോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം.
എന്നാൽ നമ്മൾ എത്ര ഗോൾ ഉണ്ടെങ്കിലും നമ്മളെ മൊത്തം ഫണ്ടുകൾ 5-ൽ കൂടുതലാവാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലത്. കാരണം 5-ൽ കൂടുതൽ ആകുന്നത് നമുക്കത് മാനേജ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് ഇനി അഥവാ കൂടുതൽ ഗോൾ ഉണ്ടെങ്കിൽ ആ ഗോളുകളെ മേർജ് ചെയ്തുകൊണ്ട് 2-3 ഷോർട്ട് ടേം ഗോളുകളെ ഒരു ബക്കറ്റാക്കിയിട്ടും, അതുപോലെ മീഡിയം ടേം ഗോളുകളെ വേറൊരു ബക്കറ്റാക്കിയിട്ടും, അതുപോലെ ലോങ് ടേം ഗോളുകളെ മറ്റൊരു ബക്കറ്റാക്കിയിട്ടും, അങ്ങനെ നമുക്ക് 3 ഫണ്ടുകൾ നമുക്കത് ഒതുക്കാവുന്നതാണ്. അപ്പോൾ ഫണ്ടുകൾ അധികമാവരുതെന്ന് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അത് ഓവർലാപ്പിങ്ങിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പം നാം 2 ലാർജ് ക്യാപ് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചെന്ന് കരുതുക. അവയിലുള്ള പകുതിയിലധികം സ്റ്റോക്കുകളും കോമൺ ആയിരിക്കും. ഇത് നമുക്ക് പരിശോധിച്ച് കണ്ടെത്താവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അഡ്വൈസർ, കോച്ച്, ഫണ്ടു പോലെയുള്ള വെബ്സൈറ്റുകളിൽ, അതുപോലെ പല ബ്രോക്കർ പ്ലാറ്റ്ഫോമിലും നമുക്ക് ഇങ്ങനെയുള്ള ഓവർലാപ്പിംഗ് എത്ര ഉണ്ട് എന്ന് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഓവർലാപ്പ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് ഇല്ലാതാക്കാനാവില്ല, പക്ഷേ ഒരു 10% താഴെയെങ്കിലും അത് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമ്മൾ ഫണ്ട് സെലക്ഷൻ കുറച്ചും കൂടി ശാസ്ത്രീയമായിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ആ ഓവർലാപ്പ് എങ്ങനെയാണ് പരിശോധിക്കുന്നതെന്ന് നമുക്ക് ഒരു സൈറ്റിലൂടെ നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് അഡ്വൈസർ കോച്ച് എന്ന് പറയുന്ന സൈറ്റിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ സെലക്ട് കാറ്റഗറി എന്നുള്ള നിലയിൽ ആ കാറ്റഗറി നമുക്ക് സെലക്ട് ചെയ്യാം. അവിടെ നമുക്ക് ഏത് ഫണ്ടാണോ, ഇപ്പോൾ ഉദാഹരണത്തിന് ലാർജ് ക്യാപ് ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ടും അതേപോലെ കാനറ റൊബേക്കയുടെ ബ്ലൂ ചിപ്പ്, ഇത് രണ്ടും ലാർജ് ക്യാപ് ഫണ്ടുകളാണ്. ഇത് എത്രമാത്രം ഓവർലാപ്പിംഗ് നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ നമുക്ക് കാണുക 84% സ്റ്റോക്കുകളും ഈ ആക്സിസ് ബ്ലൂ ചിപ്പിലും അതേപോലെ 78% ഉള്ള ഒരേപോലുള്ള സ്റ്റോക്കുകളാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇവിടെ 11% മാത്രമാണ് അൺകോമൺ ആയിട്ടുള്ള സ്റ്റോക്കുകൾ, മറ്റതിൽ 19%. അതായത് ഇവർ രണ്ടുപേരും ടോപ്പ് 100 കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് 15% മാത്രമാണ് ഇവർ ഓവർലാപ്പിംഗ് അല്ലാതെ. ഇപ്പോൾ നമ്മൾ നമ്പർ ഓഫ് സ്റ്റോക്സ് 34 എണ്ണമാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇത് നമുക്ക് പല കാറ്റഗറിയിലും അപ്ലൈ. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു സ്മോൾ ക്യാപ് ഫണ്ടാണ് താരതമ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ സ്മോൾ ക്യാപ് സെലക്ട് ചെയ്തുകൊണ്ട് അവിടെ നമുക്ക് 2 ഫണ്ടുകൾ ആഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് കോണ്ട് സ്മോൾ ക്യാപ് ഫണ്ടും അതേപോലെ നമുക്ക് നിപ്പോൺ ഇന്ത്യയുടെ സ്മോൾ ക്യാപ് ഫണ്ടും നമ്മളിവിടെ അപ്ലൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഓവർലാപ്പ് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും അത് വളരെ കുറവാണ് ഓവർലാപ്പിങ്. ഇവിടെ നോക്കുക, നമുക്കത് വളരെ ചെറുതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, 11%, 2%. അപ്പോൾ പോർട്ട്ഫോളിയോ ഓവർലാപ്പ് വെറും 5% മാത്രമാണ്. നേരത്തെ പറഞ്ഞ ലാർജ് ക്യാപ്പിൽ അത് 66% മുകളിലാണ്. അപ്പോൾ 66% ഓവർലാപ്പിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് 2 ഫണ്ടുകൾ ഉപയോഗിക്കുന്നത്? നമുക്ക് ഒരു ഫണ്ട് പോരെ. കാരണം രണ്ടിനും വേറെ വേറെ എക്സ്പെൻസ് റേഷ്യോ, വേറെ വേറെ ട്രാക്ക് ചെയ്യണം, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതിലുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി നൽകുന്ന ഗ്രോത്തും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഓവർലാപ്പിംഗ് ഏറ്റവും കുറഞ്ഞ 2 ഫണ്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓവർലാപ്പിംഗ് കുറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മൾ നടത്തണം. അതുകൊണ്ടാണ് കൂടുതൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഏത് പ്ലാറ്റ്ഫോം ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. നമുക്കറിയാം മ്യൂച്വൽ ഫണ്ടിന് നമുക്ക് ഓഫ്ലൈൻ മോഡിലും ഓൺലൈൻ മോഡിലും നമുക്ക് വാങ്ങാൻ പറ്റും. ഇപ്പോൾ സാധാരണ നിങ്ങൾക്കൊരു ബാങ്കിൽ അക്കൗണ്ടിന് ആ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് പർച്ചേസ് ചെയ്ത് തരും. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത് അവർ റെഗുലർ ഫണ്ട് മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുക. കാരണം അവരൊരു ഏജൻറ്റാണ്. മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ഏജൻ്റ് ആയിരിക്കും ഓരോ ബാങ്കും. അപ്പോൾ ആ ഏജൻറ്റ് എന്നുള്ള നിലയിൽ അവർക്കൊരു കമ്മീഷൻ അതിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റെഗുലർ ഫണ്ട് മാത്രമാണ് അവർ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ റെഗുലർ ഫണ്ടിൽ എക്സ്പെൻസ് റേഷ്യോ കൂടുതലായിരിക്കും. നമുക്ക് വലിയ മാർക്കറ്റ് നോളജ് ഇല്ല, ഇത്തരം ടെക്നിക്കലായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള പല കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും അത്തരം സഹായം തേടാവുന്നതാണ്. അവിടെ നമുക്ക് എക്സ്പെൻസ് റേഷ്യോ മീറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ അങ്ങനെ അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തീർച്ചയായും ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഡയറക്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് AMCയിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ SBIയുടെ ഒരു മ്യൂച്വൽ ഫണ്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, SBIയുടെ തന്നെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് KYC ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് AMCയിൽ നിന്ന് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് സിപ്പും ലംസും ഏത് രീതിയിലും വേണമെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ അവിടെ ഒരു പ്രശ്നമുള്ളത്, നിങ്ങൾ 2, 3, 4, 5 ഒക്കെ മ്യൂച്വൽ ഫണ്ട് ഉണ്ടെങ്കിൽ ഇത് പല AMCകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ AMCയുടെയും വെബ്സൈറ്റിൽ പോയിട്ട് ഇതേ രീതിയിലുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻസും മറ്റൊക്കെ കൊടുക്കേണ്ടത് കൊണ്ട് അതൊരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആയതുകൊണ്ട് നമുക്ക് AMCയിൽ ഇങ്ങനെ ഒരു ഡ്രോബാക്ക് ഉണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ തന്നെ, ഇപ്പോൾ ഉദാഹരണത്തിന് CAMS എന്ന് പറയുന്ന
മ്യൂച്വൽ ഫണ്ട് പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ ക്യാംസും ഫിൻടെക്കും ഈ 2 കമ്പനികളിൽ ത്രൂ ആണ് എല്ലാ മ്യൂച്വൽ ഫണ്ടിൻ്റെ കളക്ഷനും നടക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, എല്ലാ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളും ക്യാംസ് വഴിയല്ല, എല്ലാ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളും ഫിൻടെക് വഴിയല്ല. അതുകൊണ്ട് തന്നെ ഈ 2 പ്ലാറ്റ്ഫോമുകളും നമുക്കത് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ക്യാംസും ഫിൻടെക്കും ചേർന്നുകൊണ്ട് നിർമ്മിച്ച മ്യൂച്വൽ ഫണ്ട് പ്ലാറ്റ്ഫോമാണ് MF സെൻട്രൽ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. അപ്പോൾ നിങ്ങൾ വെറും ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റർ മാത്രമാണെങ്കിൽ, വേറെ യാതൊരുവിധ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഈ MF സെൻട്രലാണ് ഏറ്റവും നല്ല ഒരു പ്ലാറ്റ്ഫോമായിട്ട് നമുക്ക് കാണാൻ കഴിയുക. ഇനി അതല്ല, നിങ്ങൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങളുടെ ആ ഡിസ്കൗണ്ട് ബ്രോക്കർ പ്ലാറ്റ്ഫോമാണ്. അത് ഏതായാലും ഇപ്പോൾ ഗ്രോ ആയിക്കോട്ടെ, അപ്സ്റ്റോക്സ് ആയിക്കോട്ടെ, സെറോദ ആയിക്കോട്ടെ, അതല്ല ഏഞ്ചൽ വൺ ആവട്ടെ, അതല്ല ഏത് പ്ലാറ്റ്ഫോം നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതൊക്കെ സെബി അംഗീകൃത പ്ലാറ്റ്ഫോം ആണെങ്കിൽ ആ ഏത് പ്ലാറ്റ്ഫോം വഴി നിങ്ങൾക്ക് ചെയ്യാം, എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ AMC അവിടെ പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആനുവൽ മെയിൻ്റനൻസ് ചാർജൊക്കെ നിങ്ങൾ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അഡീഷണലായിട്ട് നമ്മൾ വേറെ പ്ലാറ്റ്ഫോമിലേക്ക് പോകേണ്ട ഒരു കാര്യമില്ല, അതിൽ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെ ഏതാണ് ഏറ്റവും നല്ല ഈ ഡിസ്കൗണ്ട് ബ്രോക്കർ അല്ലെ ഏതാണ് ഏറ്റവും നല്ല ബ്രോക്കർ എന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് ഉത്തരമില്ല. ഏത് ബ്രോക്കറും നല്ലത് തന്നെയാണ്. കാരണം മ്യൂച്വൽ ഫണ്ടിനുമായിട്ട് സംബന്ധിച്ചിടത്തോളം മ്യൂച്വൽ ഫണ്ടിൽ അവർ പ്രത്യേകിച്ച് ചാർജൊന്നും ഈടാക്കുന്നില്ല, ഒരു ഫ്രീ സർവീസാണ്. നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം കൃത്യമായിട്ട് AMCയിൽ അതിൻ്റെ കട്ട് ഓഫ് ടൈമിന് മുമ്പായിട്ട് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ ഒരു ബ്രോക്കർ പ്ലാറ്റ്ഫോമിൽ നമ്മൾ നോക്കേണ്ടതുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ഈ ബ്രോക്കറുമായിട്ട് ബന്ധമില്ല, അത് നമ്മുടെ AMC ആയിട്ടാണ് ബന്ധപ്പെടുന്നത്, അവിടുത്തെ ഫോളിയോയിലാണ് അത് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ബ്രോക്കർ പ്ലാറ്റ്ഫോം ആയാലും അത് ഒരു വലിയ റിസർച്ച് നടത്തേണ്ട കാര്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് പൊതുവെ മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. എങ്കിലും ഇതിവിടെ അവസാനിക്കുന്നില്ല, കാരണം ധാരാളം സംശയങ്ങൾ മ്യൂച്വൽ ഫണ്ടുമായിട്ട് നമുക്കുണ്ടാകും. കൂടാതെ ഈ ഒരു ഫണ്ട് സെലക്ഷൻ എന്ന് പറയുന്നത് ഞാനിവിടെ പറഞ്ഞതുപോലെ ഈസി ആയിട്ട് പ്രോസസ്സ് കൂടി അല്ല. ചില സമയങ്ങളിൽ നമ്മൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതുപോലെ ഷാർപ്പ് റേഷ്യോ തുടങ്ങി പല റേഷ്യോകളൊക്കെ പരിശോധിച്ചുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട മ്യൂച്വൽ ഫണ്ടുകളൊക്കെ സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള കുറേ സംശയങ്ങൾ ഇനിയും ബാക്കി ഉണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.